നിതിന്റെ സഹപാഠി ആർച്ച ചേരുകയാണ്. ആർച്ച, ഇന്നിപ്പോൾ നിതിന്റെ വീട്ടിലെത്തിയിരുന്നു അല്ലേ? ഇപ്പൊ വീട്ടിലാണല്ലേ. ആദ്യഘട്ടങ്ങളിലൊക്കെ വീട്ടിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ഇല്ല, അത് എനിക്ക് വരാൻ പറ്റിയിട്ട് സിറ്റുവേഷനാണ്. ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അതാ വരാത്തെ. അല്ല, പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല. ഞാൻ ഇന്നലെ രാവിലെ എത്തിയത് പോലും. പിന്നെ മെനിങ്ങാന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. ബോഡി എടുത്തിട്ടാണ് ഞാൻ വൈകിട്ട് ട്രെയിൻ കയറി. ഇന്നലെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അതാ വരാത്തെ. ഇപ്പോഴാണ് ക്യാമ്പസിലെ പല വിവരങ്ങളും പുറം ലോകം അറിയുന്നത്. അർച്ച, ഞെട്ടലോട് കൂടിയാണ് പല സംഭവങ്ങളെക്കുറിച്ചും കേൾക്കുന്നത്. ഇപ്പോൾ നിതിന്റെ കാര്യത്തിൽ മുൻപേ അറിയാമായിരുന്നോ? നിതിൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളോടൊക്കെ? എൻ്റെ ക്ലാസ്മേറ്റാണ് നിതിൻ. അപ്പോൾ ഞാനെല്ലാം കാണുന്നുണ്ട്. നിതിനെ മാത്രമല്ല, എല്ലാ കുട്ടികളെ, സീനിയേഴ്സ് ആയാലും എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരെയും ആ സാർ അങ്ങനെയാണ് നോക്കുന്നത്. എല്ലാവരെയും അങ്ങനത്തെ ഒരു സാറല്ല ആ പുള്ളിക്കാരൻ അങ്ങനെ കാണുന്നത്. അതായത് മൃഗത്തെ പോലെ ഒരു സ്റ്റുഡൻറ്റിന് അപ്പുറം ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ഭയങ്കര ബോഡി ഷെയ്മിങ്. പഠിപ്പിക്കത്തൊന്നുമില്ല, ക്ലാസ്സിൽ വരിക, മതപരമായി സംസാരിക്കുക. ഏതെങ്കിലും ഒരു കുട്ടി തട്ട് ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടിയെ ആ ദിവസം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ച് വെറുതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്ലാസ്സൊന്നും എടുക്കില്ല. ആ ദിവസം ചിലപ്പോൾ ലാസ്റ്റ് 5 മിനിറ്റ്സ് എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വായിച്ചിട്ട് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ വായിച്ചോ? ഞാൻ വായിച്ചോ? പക്ഷെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് വായിക്കാനുള്ള ഇതും ഇല്ലായിരുന്നു. അപ്പോൾ പഠിപ്പിക്കാതെ വായിക്കാനും പറ്റത്തില്ല. അപ്പോൾ വായിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ പകുതി കുട്ടികളും പുറത്താക്കുക, അറ്റൻഡൻസ് കളയുക എന്ന മെയിൻ ഹോബി. ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഫുൾ അറ്റൻഡൻസ് കളയും. പിന്നെ നമുക്ക് എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. അറ്റൻഡൻസിനെ പേടിച്ച് നമ്മളവിടെ നിൽക്കുക. ഒന്ന് ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് കണ്ണടഞ്ഞ നിങ്ങൾ 3 മാസത്തെ അറ്റൻഡൻസ് കളഞ്ഞു, ഇറങ്ങിപ്പൊക്കോ എന്നായിരിക്കും പറയാൻ പോകുന്നത്. പിന്നെ നമുക്ക് എന്തിനാ അവിടെ നിൽക്കണമെന്ന് പോലും അറിയത്തില്ല. ഒരു ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരോടും. ഇപ്പോൾ സംസാരിച്ചപ്പോൾ സാർ എന്ന് ഉപയോഗിച്ചു ആദ്യം, പിന്നീട് സാറല്ല എന്ന് തിരുത്തി. അദ്ദേഹത്തിൽ നിന്നും, ഈ പറയുന്ന റാം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് ഇനി ഒരു അധ്യാപകൻ എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നിങ്ങളുടെയൊക്കെ മനസ്ഥിതി മാറുന്നത് ആർച്ച? അതെ അതെ, ഉറപ്പായിട്ടും. സാറല്ല, നമുക്ക് എന്ത് ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ എന്ത് സാറ്? ഒരു മിനിമം ഒരു ഹ്യൂമൻ ബീങ്ങിന് എങ്ങനെ വാല്യൂ കൊടുക്കണമെന്ന് പോലും ആ പുള്ളിക്ക് അറിയാൻ പാടില്ല. കഴിഞ്ഞ മാസം എൻ്റെ ഫ്രണ്ടിന് മാർക്ക് പറഞ്ഞപ്പോൾ കുപ്പി എടുത്തെറിഞ്ഞു. അപ്പം അവളിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയണതെന്ന് അറിയില്ല. കംപ്ലൈൻറ്റ് ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തോപ്പിക്കും. അതായത് ഡെൻ്റൽ അനാട്ടമി നമ്മൾ തോപ്പിക്കും. പേടിച്ച് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയേഴ്സ് ആരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നേനെ എന്ന് ഇപ്പോൾ തോന്നുന്നു. പക്ഷേ നമുക്ക് പേടിയായിരുന്നു. കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഇത് റാം സാർ അറിയുക, ഫസ്റ്റ് ഇയേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും. അതാ പിന്നെ ആരും കംപ്ലൈൻറ്റ് ചെയ്യാത്തത്. ഈ അങ്ങനെ പരാതിപ്പെട്ടാൽ റാം സാർ അത് അറിയും. അങ്ങനെ അറിഞ്ഞാൽ നിങ്ങളോട് ഒരു പ്രതികാര ബുദ്ധിയിലുള്ള ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കും എന്നൊക്കെ പേടിപ്പെടാൻ മാത്രം വലിയൊരു പിന്തുണ എവിടെ നിന്നെങ്കിലും ഈ റാം എന്ന് പറയുന്ന ആൾക്ക്, അധ്യാപകന് കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ നേരത്തെയുള്ള സീനിയേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്, റാം സാർ എന്ന് അപ്പോൾ പറയാറുണ്ട്. റാം സാർ ഇങ്ങനെ വരും, ക്ലാസ്സിലൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരനെ വെറുപ്പിച്ച നമ്മൾ കഴിഞ്ഞു, അവിടുത്തെ ജീവിതമേ കഴിഞ്ഞു എന്നുള്ള ഒരിതുണ്ട്. പിന്നെ എല്ലാവരും ഡിപ്രഷനിലാണ്. സീനിയേഴ്സിന് ഇങ്ങനെ കാരണം ഭയങ്കര ഡിപ്രഷനിൽ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മിക്ക കുട്ടികളും സൂയിസൈഡ് ഒരു അറ്റംപ്റ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കുറച്ച് ചേച്ചിമാർ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കാണാൻ നമ്മൾ ഡിപ്രഷനിലായിരുന്നു, സൂയിസൈഡ് ഒക്കെ ചെയ്യാനുള്ള ഇത് പോയി, പാരൻസിനെ ആലോചിച്ച് മാത്രം ഒന്നും ചെയ്യാത്ത ഈ കോഴ്സ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നിതിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതിന് മുൻപ് തന്നെ പല കുട്ടികളും ആത്മഹത്യാ ശ്രമത്തിലേക്ക്, ഈ പറയുന്ന റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഇടപെടൽ കൊണ്ട് ആത്മഹത്യാ ശ്രമത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണോ ആർച്ച മനസ്സിലാക്കുന്നത്? ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ആർക്കും പരാതിപ്പെടാൻ സാധിച്ചില്ലല്ലേ? പേടിയായിരുന്നു. ഇനി എന്താ അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്താൽ ഇനി വരുമ്പോൾ എങ്ങനെ അയാൾ നമ്മളെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ ഇരിക്കും നമ്മളോട്. നമ്മൾ ഫുൾ ഇപ്പോൾ 5.5 വർഷത്തെ കോഴ്സ് പിന്നെ അത് നീണ്ടു പോവേണ്ടി വരുമോ എന്നുള്ള പേടി കാരണം നമ്മൾ പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയില്ല. അതൊക്കെ ഒന്ന് സഹിച്ചങ്ങനെ നിന്നു. കംപ്ലൈൻറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവാ ഇപ്പോൾ. ഈ നിതിന്റെ കാര്യം എപ്പോഴാണ് ആർച്ച മനസ്സിലാക്കുന്നത്? നിതിൻ ഇങ്ങനെ പ്രശ്നം നേരിട്ടിരുന്നു എന്നുള്ളത് നിങ്ങളൊക്കെ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? അത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ 2 ആഴ്ച മുന്നേ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ റാം. അപ്പോൾ അവൻ്റെ പേപ്പർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കുട്ടികളോട്. അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് അവൻ 1 മന്ത് 2 മന്ത് എന്തോ ലീവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ആ കുട്ടിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിച്ചാലും ക്ലാസ് അറ്റൻഡ് ചെയ്താലും മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ആ പുള്ളിക്കറിയാം അവൻ ലീവ് എടുത്തിരുന്നു, അവൻ വീട്ടിലായിരുന്നു എന്നൊക്കെ അറിയാം. എന്നിട്ടും
ചുമ്മാ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൈൻ വായിച്ചിട്ട് എന്താ നീ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് വെറുതെ കുട്ടികളെ മുന്നിൽ വെച്ച് നല്ല ബാക്കി 99 സ്റ്റുഡൻസിനെ മുന്നിൽ വെച്ച് ഹറാസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു PTA മീറ്റിങ്ങിന് എന്താ അമ്മ വരാത്തേ ചോദിച്ചു. അമ്മ വരാത്തേ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ അവൻ പറഞ്ഞു അമ്മയ്ക്ക് സർജറി ആയിരുന്നു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അപ്പോൾ വരായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ അവൻ ഒന്നും മിണ്ടിയില്ല. ലാസ്റ്റാണ് അവൻ എന്തോ പ്രതികരിച്ചത്. എന്നിട്ട് ചോദിച്ചു എന്നാൽ പിന്നെ നീ നിൻ്റെ ഓർഗൻസ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കളഞ്ഞോ എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. എന്നിട്ട് അങ്ങനെ ചുമ്മാ എന്നിട്ട് അമ്മയോട് പറഞ്ഞേക്ക് നിൻ്റെ 3 മാർക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ മറ്റേ കുട്ടിയെ അടിച്ചില്ലെങ്കിൽ പയ്യനെ അടിക്കുന്നെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ, നന്നായിട്ട് അടിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നെയൊക്കെ നല്ല രീതിക്ക് ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. ബാക്കി സ്റ്റുഡൻസിനെ ആയാലും ഇച്ചിരി നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പറയും ഓ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. ബാക്കി എല്ലാവരും അങ്ങ് സംസാരിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ആർച്ച നിങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ എല്ലാവർക്കും മടിയുണ്ടായിരുന്നു. ആർച്ച തന്നെ പറയുന്നു പരാതിപ്പെടാൻ പേടിയായിരുന്നു, അതുകൊണ്ടാണ് ഇതുവരെ ഒരു പ്രതിഷേധവും ഉയർത്താതിരുന്നത്. പക്ഷേ ഇപ്പോൾ ആർച്ച ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സമൂഹ മധ്യത്തിൽ വന്നൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ഈ ധൈര്യം അതിപ്പോൾ എങ്ങനെയുണ്ടായി ആർച്ച? അത് തുടരുമോ? അത് ഏതെങ്കിലുമൊക്കെ നിലയിൽ അതിനെയും അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, അന്ന് ഇൻസിഡൻറ്റ് നടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു പേടി എന്തെല്ലാം അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ, വേറെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇനി ആകെ എഡ്ജിൽ നമുക്ക് എന്തെങ്കിലും മാർക്ക് എന്തെങ്കിലും കുറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇനി ഒന്നും മിണ്ടാൻ പോയില്ല. അതാ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം. ഇപ്പോൾ ഒരു ജീവൻ പോയി, എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തതിൽ ഭയങ്കര റിഗ്രറ്റായിരുന്നു. ഇന്നലെ എനിക്ക് ഉറക്കമില്ല, ഇന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യാനെങ്കിലും തോന്നി, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ പിന്നെ പറയാം എന്താ ഇപ്പം ഇത് പറയുമ്പോൾ എൻ്റെ ലൈഫ് എന്താവുന്ന പോലും എനിക്കറിയില്ല. മേ ബി എന്നെ തോപ്പിക്കും എന്താണെന്നറിയില്ല. പക്ഷേ ഇത് പറയേണ്ട സമയം കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും ഇത് പറയണം. നാളെ ചിലപ്പോൾ എൻ്റെ ജീവനായിരിക്കും ഇതേപോലെ പോകുന്നത്, ഞാനായിരിക്കും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ആർക്കും ഇങ്ങനൊരു അവസരം ഇങ്ങനത്തെ ഒരു സാഹചര്യം ആർക്കും വരരുത്, അതിനുവേണ്ടി ഈ പറയുന്നത്. തീർച്ചയായും മനസ്സിലാകുന്നുണ്ട് ആർച്ച. എന്തായാലും ധൈര്യമായിരിക്കും. ഈ ഒരു നാട് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നത് മാത്രം പറയുകയാണ്. ഒരു നിലയിലും ഭയപ്പെടാതെ ഈ ധൈര്യം അത് അല്പം മുമ്പേ ഉയരേണ്ട പ്രതിഷേധമായിരുന്നു. അതിൽ ഇനിയെങ്കിലും ഭയപ്പെടുത്താതെ മുന്നോട്ട് പോകുക. എല്ലാ നിലയിലും നിങ്ങൾക്ക് എല്ലാ നിലയിലുള്ള പിന്തുണ ഉണ്ടാകും. കാരണം നിങ്ങൾ ഒരു വലിയ പോരാട്ട മുഖത്താണ് എന്നത് മാത്രം ഓർക്കുക. അപ്പോൾ അതിന് എല്ലാവർക്കും സാധിക്കില്ല. ആർച്ചയെ പോലുള്ളവർക്ക് അത് തുടരാൻ സാധിക്കട്ടെ എന്നത് മാത്രം പറയുകയാണ്. എന്തായാലും വളരെ നന്ദി ഇത്ര സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിൽ സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.